ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ശ്രുതി വലിയൊരു സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു സ്വീറ്റ് സ്റ്റോള്. പക്ഷെ അത് മെച്ചപ്പെടുമോ ഇല്ലയോ, ഇനി വീണ്ടും അശ്വിനും ശ്രുതിയും കണ്ടുമുട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു തർക്കങ്ങൾ തന്നെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാവണ്യ അവരുടെ ആ ഒരു കുടുംബത്തിന് ചേർന്ന പെൺകുട്ടിയല്ലാന്നും അവരുടെ ചിട്ടവട്ടങ്ങളൊന്നും അറിയാതെ പെരുമാറുവാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ മുത്തശ്ശി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും ആരതിയൊക്കെ തൊഴുത് ഇങ്ങനെ പൂജയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്താണ് ലാവണ്യ ഉറക്കം എണീറ്റ് വരുന്നത്. അപ്പോൾ സാധാരണ ഒരാൾക്ക് കുളിച്ച് വൃത്തിയായ ശുദ്ധിയോടെ മാത്രമേ വിളക്കിൽ തൊഴാവൂ എന്നൊരു കാര്യം അറിയാം. പക്ഷെ ലാവണ്യ അതിന് വിപരീതമായിട്ട് ഉറക്കം എണീറ്റ് അതേ സ്റ്റെപ്പ് മുഖവും കഴുകിയിട്ട് നേരെ വന്ന് പൂജയിൽ പങ്കെടുത്ത് പൂജയിൽ ആരതിയും കാര്യങ്ങളൊക്കെ തൊഴുത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മുത്തശ്ശി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നിനക്ക് സാമാന്യം ബോധമില്ലേ? നിന്റെ വീട്ടിൽ എന്ന് എല്ലാവരും ഇങ്ങനെയാണ് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. കുറച്ച് നമ്മളിപ്പം കുളിച്ച് ശുദ്ധിയോടെ മാത്രമല്ലേ അമ്പലത്തിൽ ആണെങ്കിലും നമ്മൾ പോകത്തുള്ളൂ. അതുപോലെയാണ് പൂജയും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് ലാവണ്യ പോകുന്നുണ്ടെങ്കിലും മുത്തശ്ശി എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ ആരും ഒന്നും പറയാത്തത് എന്താ, ഞാൻ മാത്രം പറയണമോ, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇനി നശിച്ചു പോയി എന്നുള്ള രീതിയിൽ മുത്തശ്ശി ദേഷ്യപ്പെട്ടിട്ട് പോവാണ്. പക്ഷെ മുത്തശ്ശിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അഞ്ജലി ശ്രമിച്ചുവെങ്കിലും അതൊന്നും വില പോയില്ല. അവസാനം ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും മനോരമയ്ക്ക് അല്ലെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ്, മുത്തശ്ശിയുടെ മുന്നിൽ നിന്നൊന്നും പറയത്തില്ല. പക്ഷെ മുത്തശ്ശി പോയി കഴിഞ്ഞാൽ ചുമ്മാ കിടന്ന് കുറ്റം പറയുന്ന സ്വഭാവം മനോരമയ്ക്ക് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ മോഹനേട്ടനോട് ദേഷ്യപ്പെടുകയും എന്നിട്ട് ലാവണ്യ ചെറിയൊരു തെറ്റ് ചെയ്തു, പക്ഷെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനോരമ മുത്തശ്ശിയെ കുറ്റം പറയുവാണ്. പക്ഷെ ശ്യാം പറഞ്ഞത് മുത്തശ്ശി പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്, അവളുടെ ഭാഗത്ത് തെറ്റുണ്ട്, ശരിയാണ്. പക്ഷെ സാമാന്യം നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലോ, പക്ഷെ അവൾ ചെയ്ത് തെറ്റാണ്, എന്തായാലും നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരങ്ങൾ നിൽക്കുവാണ്. അതുമാത്രമല്ല ശ്യാം നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ അഞ്ജലിയുടെ അടുത്ത് പറയുവാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിയുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ലാവണ്യ ഈ പരാതിയെല്ലാം പറയാനായിട്ട് അശ്വിൻ്റെ അടുത്തോട്ട് ഓടി പോവുകയാണ്. അശ്വിനാണെങ്കിൽ തൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും വിവാഹ വാർഷികമാണ് നാളെ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും സ്വീറ്റ്സും കാര്യങ്ങളും വേണം എന്ന് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ലാവണ്യ വന്നിട്ട് ഈ ഒരു പരാതി പറയുന്നത്. അപ്പോൾ ലാവണ്യോട് പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിൻ്റെ പരാതി കേൾക്കാൻ സമയമില്ല, എനിക്കിവിടെ കുറച്ച് ജോലിയും കാര്യങ്ങളും ഉണ്ട്, വിവാഹ വാർഷികത്തിൻ്റെ ആ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറയുമ്പോൾ ലാവണ്യ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നാളെ പാർട്ടിയില്ലേ, ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, ശ്രുതി അന്ന് ഇട്ടതുപോലത്തെ ഡ്രസ്സ് മതിയോ, ആ ഒരു പച്ച കളറിലെ ഏതെങ്കിലും കളർ സാരിയോ അല്ലെങ്കിൽ ഡ്രസ്സോ മതിയോ, അങ്ങനെ ഇരുന്നാൽ കൊള്ളാമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതേ ശ്രുതിയുടെ പേര് കേൾക്കുമ്പോഴും മാക്സിമം ശ്രുതിയെ മറക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും ശ്രുതിയുടെ ഓർമ്മകൾ അശ്വിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ലാവണ്യയുടെ ഈ ഒരു ചോദ്യവും കൂടി. അപ്പോൾ അശ്വിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ലാവണ്യയോട് ദേഷ്യപ്പെടുകയും ലാവണ്യെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയും ചെയ്യുവാണ്. എന്നാൽ നമ്മുടെ അശ്വിൻ ഈ ഒരു ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും അറിയാതെ നമ്മുടെ ശ്രുതി തൻ്റെ ആ ഒരു കച്ചവടം മെച്ചപ്പെടുത്താനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. അങ്ങനെ ഒരുപാട് കടകൾ കയറി ഇറങ്ങി സ്വീറ്റ്സ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും അത് വാങ്ങാനായിട്ട് താല്പര്യമില്ല. സ്വീറ്റ്സ് കൊള്ളാത്തത് കൊണ്ടല്ല, അവർക്ക് സ്വയം ഈ സ്വീറ്റ്സും കാര്യങ്ങളും ഉണ്ടാക്കി വിൽക്കുന്ന കടകളായതുകൊണ്ട് തന്നെ ആരും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അങ്ങനെ നെട്ടോട്ടം ഓടി അവസാനം ഒരു ബേക്കറിയിൽ ചെന്നെത്തുന്നുണ്ട്. പക്ഷെ ആ ബേക്കറിക്കാരും ഇതാണ് പറയുന്നത്, ഞങ്ങൾ ഓർഡർ വേറെയാണ് എടുക്കുന്നത്, അപ്പോൾ ഈ ഓർഡർ വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്, എന്തായാലും നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, അത്യാവശ്യം ബൾക്ക് ഓർഡറൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയാം എന്ന് ശ്രുതിയോട് പറയുവാണ്. അങ്ങനെ അവർ പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് ഈ ബേക്കറിക്കാരന് ഒരു ഫോൺ കോൾ വരുന്നത്. എന്നിട്ട് ASR ഓർഡർ ചെയ്ത് ആ ഒരു സ്വീറ്റ്സ് ആണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ബൾക്ക് ഓർഡർ വേണമെന്നും ഒക്കെ പറയുമ്പോൾ ഈ ബേക്കറിയിലെ ആൾക്കാർ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട്, അതും ഒരു ദിവസം കൊണ്ട് ഈ ബൾക്ക് ഓർഡർ ഉണ്ടാക്കി കൊടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ ആ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ ലീവായതുകൊണ്ട് തന്നെ അവർക്കത് ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ ഒരു സങ്കടത്തിൽ ഇരിക്കുവാണ്. ആ സമയത്ത് ശ്രുതിയും പ്രീതിയും കൊടുത്ത ആ ഒരു സ്വീറ്റ്സ് കഴിച്ചിട്ട് കൊള്ളാം എന്ന് പറയുകയും അവസാനം
ആ ഓർഡർ അവർക്ക് തന്നെ കൊടുക്കുകയും 200 പേർക്കുള്ള സ്വീറ്റ്സ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞ ആ ഒരു ബൾക്ക് ഓർഡർ ശ്രുതിക്കും പ്രീതിക്കും കിട്ടി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അവർ നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും വേണം. അപ്പോൾ ഒരു 7000 രൂപയ്ക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ആ 7000 രൂപ കയ്യിൽ തികയത്തില്ല, അവരുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ അമ്മായി പോയിട്ട് അമ്മായിയുടെ സ്വർണ്ണ വള ഊരിക്കൊടുത്തിട്ട് ഇത് വിറ്റതിന് ശേഷം അല്ലെങ്കിൽ പണയം വെച്ചിട്ട് നിങ്ങൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് ഓർഡർ ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞ് പൈസയൊക്കെ കിട്ടി നമുക്ക് ലാഭം കിട്ടി തുടങ്ങുമ്പോൾ ഈ വള എടുത്ത് തന്നാൽ മതി എന്ന് ശ്രുതിയോട് പറയുവാണ്. അങ്ങനെ ശ്രുതിക്കും പ്രീതിക്കും ഭയങ്കര സന്തോഷമായി കെട്ടിപ്പിടിച്ച ആ ഒരു സ്നേഹ പ്രകടനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നം നമ്മുടെ ശ്രുതിയുടെയും പ്രീതി, അത് പ്രശ്നമല്ല, അവരുടെ ആ ഒരു ആത്മവിശ്വാസം, എന്തും നേരിടാൻ പറ്റും അല്ലെങ്കിൽ എന്തും പ്രശ്നവും തരണം ചെയ്യാൻ പറ്റും എന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത്. പക്ഷേ ഇതേ സമയത്ത് തന്നെ നമ്മൾ ASR ശ്രുതിയെ ആലോചിച്ച് അന്ന് ആദ്യം നമ്മുടെ ശ്രുതിയും അശ്വിനും കണ്ടുമുട്ടുമ്പോൾ ശ്രുതിയുടെ ആ ഒരു ഡ്രസ്സിൽ നിന്ന് കുറെ മുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ മുത്ത് അശ്വിൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുത്ത് കണ്ട് ദേഷ്യപ്പെട്ട് ആ മുത്തൊക്കെ എടുത്ത് കളയുകയും എന്നിട്ട് ശ്രുതി എന്നുള്ള ആ ഒരു പെൺകുട്ടിയെ ഞാൻ മറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാക്സിമം അവൾ എൻ്റെ മനസ്സിലോട്ട് കയറി വരുവാണ്. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, ശ്രുതി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേര് മാത്രമാണ്, അല്ലാതെ ഇനി അവളെക്കുറിച്ച് ഞാൻ ആലോചിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ദേഷ്യപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും പ്രീതിയുടെയും ആ ഒരു ഓർഡറൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവരെല്ലാ സാധനങ്ങളും വാങ്ങിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണി തുടങ്ങാനായിട്ട് പോകുന്ന സമയത്താണ് നമ്മൾ ശ്യാം വരുന്നത്. ശ്യാമിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അമ്മായിക്കും എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ആ ഒരു കൊച്ചു വർത്താനങ്ങളൊക്കെ പറയുന്ന സമയത്താണ് അമ്മായി പറയുന്നത്, നിനക്കൊരിക്കലും ശ്രുതിയെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ അമ്മായി സംസാരിച്ചത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്യാം ഒരുപാട് തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ജലി അത്രത്തോളം വഞ്ചിക്കുകയാണ് ശ്യാം ചെയ്യുന്നത്. പക്ഷെ ഈ സത്യങ്ങളൊന്നും ശ്രുതിക്ക് അറിയത്തില്ല. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അഞ്ജലി മാഡത്തിന്റെ ഭർത്താവാണ് ശ്യാമെന്നും അഞ്ജലി മാഡത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും നമ്മുടെ ശ്രുതിയോ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ സത്യങ്ങൾ വെളിച്ചത്തിലായി കഴിഞ്ഞാൽ ശ്യാമിന്റെ കാര്യം അധോഗതിയാണ്. എന്തായാലും നമ്മുടെ അശ്വിൻ മാക്സിമം ശ്രുതിയെ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് അശ്വിന്. അപ്പോൾ ഇനി അവർ വീണ്ടും കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും? അശ്വിന്റെ വീട്ടിലോട്ടാണ് ഈ ഓർഡർ എന്ന് അറിയാതെയാണ് നമ്മുടെ ശ്രുതി ഈ ഒരു ബൾക്ക് ഓർഡർ പിടിച്ചത്. അപ്പോൾ ആ ഓർഡർ കൊണ്ട് അശ്വിന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവരുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ശ്യാമിനെ അവിടെ വെച്ച് ശ്രുതി കാണാൻ ഇടയായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.